പറയുകയാ, ആർക്കാ ഒരു നല്ല ജീവിതം വേണ്ടത്? സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം ആർക്കാ വേണ്ടത്? ഞാൻ തരാ നല്ല ജീവിതം, ഞാൻ തരാ നല്ല ജീവിതം, സമാധാനമുള്ള ജീവിതം, ഇസ്സത്തുള്ള ജീവിതം, അഭിമാനമുള്ള ജീവിതം, തൃപ്തിപ്പെടുന്ന ജീവിതം, സ്നേഹിക്കുന്ന ജീവിതം, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിനെ പോലെ സന്തോഷവും സമാധാനവുമുള്ള ഒരു നല്ല ജീവിതം ഞാൻ നിനക്ക് തരാ. മൻ അമില സ്വാലിഹാ, നിനക്കൊന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും നോമ്പ് പിടിക്കുകയും സദഖ ചെയ്യുകയും അല്ലാഹുവും അവന്റെ പ്രവാചകനും പറഞ്ഞ വഴിയിലൂടെ നിനക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? ഒരു മുഅ്മിനായി ജീവിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ മരിക്കുന്നത് വരെ നീ ജീവിച്ചാ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ, അല്ലാഹു നിനക്കൊരു നല്ല ജീവിതം തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോ ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ചുമ്മാതെ പറഞ്ഞതല്ല. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എത്രയോ പേര് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ സഹോദരാ. ഇതുപോലെ ഒരു നല്ല ജീവിതം അല്ലാഹു കൊടുത്ത ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് പേരുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് പേരെ ഇപ്പോഴും നീ കാണുന്നുണ്ടല്ലോ. എന്തൊരു സന്തോഷവും സമാധാനത്തോട് പലരും ഈ ദുനിയാവിൽ ജീവിക്കുന്നത് കാണുമ്പോ നമ്മളിൽ പലർക്കും കൊതി തോന്നുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു പറയുന്നത് പോലെ ഈ ദുനിയാവിൽ ജീവിച്ച നിനക്ക് അല്ലാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു ഈ ദുനിയാവിൽ നമുക്ക് തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.